ചൈനീസ് അല്ലെന്ന് കരുതാം, അവരെന്തായിരിക്കും ചൈനീസ് ഫുഡ് ആയിരിക്കും. അപ്പം നമ്മൾ രാഷ്ട്രീയപരമായും ദേശപരമായും ഒക്കെ ഭയങ്കര ഇന്ത്യനാണ്, പാട്രിയോട്ടാണെന്നൊക്കെ പറയുന്നു അല്ലേ. നമ്മളെ പ്ലേറ്റിന്റെ കാര്യം വരുമ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളൊരു പാട്രിയോട്ടാണോ? അപ്പൊ അതല്ലേ നോക്കണ്ടേ, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ടേസ്റ്റിന്റെ കാര്യത്തിലും ജ്വല്ലറിയുടെ കാര്യത്തിലും എല്ലാം സെയിം ആണ്. എപ്പോഴും വിന്റേജ് ആണ് അമൂല്യമാവുന്നത്. ഇറ്റ് വിൽ ബിക്കം ഇനോർമസ്ലി പ്രഷ്യസ് ആക്ച്വലി. അപ്പം അതിന് നമ്മൾ എപ്പോഴും ലോങ് ചെയ്യും. ഇത് പോകെ പോകെ ഈ കാലഘട്ടങ്ങളിൽ ഇതിന്റെ കോമ്പോസിഷൻ ആൾക്കാർ അറിയാതെയും മറന്നും ചേഞ്ച് ആവും. കുക്കിംഗ് എന്ന് പറയുന്നത് അവനവനോട് തോന്നേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇപ്പം താങ്കൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഡ്രസ്സസ് വാങ്ങിക്കുന്നു. നമുക്ക് ബാക്കിയുള്ളവരെ കാണിക്കുക എന്നുള്ളതല്ല ജീവിതം. അടിസ്ഥാനപരമായി കാണിക്കണ്ടെന്ന് ഞാൻ പറയും, നമുക്ക് കാണിക്കാം, നോക്കണം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മളെ ജീവിതം നമ്മളെ കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോഴോ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴോ നമുക്കൊരു സന്തോഷമുണ്ടോ? ഹായ്, ഹലോ, നമസ്കാരം. പാചകകല, കൈപ്പുണ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നളപാചകം തന്നെയാണ്. അപ്പോൾ വ്യത്യസ്ത രുചികൾ കൊണ്ട് നമ്മെ പഴമയിലേക്ക് എത്തിക്കുന്ന ഷെഫ് നളനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു പാചകകല അല്ലെങ്കിൽ നമുക്കൊരു കൈപ്പുണ്യം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നളപാചകം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നളൻ എന്ന് പറഞ്ഞ ഒരു പേര് അത് വരാനുള്ള ഒരു കാരണം എന്താണ്? ശരി, ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് ഒന്ന് ബേസിക്കലി വീട്ടിൽ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തെങ്കിലും എന്നെ ഇത് ലൈം ലൈറ്റിൽ കൊണ്ടുവന്നത് അമൃത ടി വിയിൽ വർക്ക് ചെയ്തിരുന്ന ഇപ്പൊ ബിഗ് ടി വിയിൽ വർക്ക് ചെയ്യുന്ന സുജിത്ത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ്. സോ ബിക്കോസ് ഹീ ജസ്റ്റ് ലവ്സ് മീ അലോട്ട്. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഫുഡെല്ലാം കഴിച്ചിട്ട് എന്നെ പറ്റി ഒരു 12 മിനിറ്റോളം ഇത് ചെയ്തു, ഫീച്ചർ ചെയ്തു. അപ്പം അതിനകത്താണ് നളപാചകം, നളൻ. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ പ്രോഗ്രാമിൽ വന്നു. ജഗദീഷ് ചേട്ടൻ്റെ പ്രോഗ്രാം അത് ഇന്റർനാഷണലിയും നാഷണലിയൊക്കെ അതിനെ ട്രേഡ് മാർക്കാക്കി. അങ്ങനെയാണ് ആ ഒരു പേര് വരുന്നത്. അല്ല, നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേര് തന്നെയാണ് ഒരു വ്യത്യസ്തത എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രുചികളിലും ആ ഒരു വ്യത്യസ്തതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എപ്പോഴും പഴമയിലുള്ള ഒരു രുചികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എപ്പോഴും പ്രിയപ്പെട്ടതാണ്. നമ്മളെ അമ്മമാരുണ്ടാക്കി തരുന്ന, നമ്മുടെ മുത്തശ്ശിമാരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ രുചി എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു തരത്തിലുള്ള രുചിയോട് എപ്പോഴും ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം? വൃന്ദ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിൻറ്റേജിനാണ് ഏറ്റവും കൂടുതൽ അമൂല്യതയുള്ളത്. ഇറ്റ്സ് മോർ ദാൻ യു ക്യാൻ വാല്യൂ ഇറ്റ് അല്ലേ. വിൻറ്റേജ് ഇസ് എ ട്രഷർ. അത് ടേസ്റ്റിന്റെ കാര്യത്തിലും അങ്ങനെയാണ് അല്ലേ. നമ്മളൊരു വളയാണെങ്കിലും ഒരു കാറാണെങ്കിലും എന്താണെങ്കിലും അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ഇപ്പൊ പഴയൊരു RX-100 ഉള്ള സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി, അതൊന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി. ഒരു എൻഫീൽഡ് ഉള്ള സുഹൃത്തുക്കളോട്, പഴയ അംബാസഡർ കാറുള്ള സുഹൃത്തുക്കളോട്. സോ ടേസ്റ്റിന്റെ കാര്യത്തിലും ജ്വല്ലറിയുടെ കാര്യത്തിലും എല്ലാം സെയിം ആണ്. എപ്പോഴും വിന്റേജ് ആണ് അമൂല്യമാവുന്നത്. ഇറ്റ് വിൽ ബിക്കം ഇനോർമസ്ലി പ്രഷ്യസ് ആക്ച്വലി. അപ്പം അതിന് നമ്മൾ എപ്പോഴും ലോങ് ചെയ്യും. ഇത് പോകെ പോകെ ഈ കാലഘട്ടങ്ങളിൽ ഇതിന്റെ കോമ്പോസിഷൻ ആൾക്കാർ അറിയാതെയും മറന്നും ചേഞ്ച് ആവും. അപ്പം ആ സമയത്ത് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു അമൂല്യമായ വില, യു വിൽ ഫെച്ച് എ ഫ്ലൈറ്റ്, ഒരു ഫ്ലൈറ്റും പിടിച്ചു വരും ആ ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാൻ. അതെ, അത് എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ പോലെ തന്നെ അമൂല്യമാണെന്ന് പറഞ്ഞല്ലോ. എത്രയോ സിഗ്നേച്ചർ ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ എത്രയോ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടൊരു, അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ഒതന്റിക് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കഴിക്കാൻ തന്നെ ആളുകൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പൊ ശരിക്കും ഈ ഒരു പാചക മേഖലയിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ചെറുപ്പത്തിൽ തൊട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു? എല്ലാ ഇന്നോവേഷനും അല്ലെങ്കിൽ എല്ലാ ഇൻവെൻഷനും നെസസിറ്റിയുടെ ഒരു ഭാഗമായിട്ട് പറയാറുണ്ട്. നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ആഹാരത്തിന്റെ ഒരു ഫെമൈൻ, ഒരു സ്കേഴ്സിറ്റി അതെന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു, പാരൻസ് ഫോറിനിലായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചതും വളർന്നതും എല്ലാം നല്ലൊരു സിറ്റുവേഷനിലല്ല. അപ്പം നമ്മളവിടെ എല്ലാം നമ്മൾ ലോങ് ചെയ്യുന്നത്, നമ്മൾ കുട്ടിക്ക് എന്താ വേണ്ട അല്ലേ. അപ്പം മുലപ്പാൽ തൊട്ട് ഒരു കുട്ടി ലോങ് ചെയ്യുന്നത് പുസ്തകങ്ങൾ തരാനല്ലല്ലോ അല്ലേ. അവർക്ക് ഫുഡാണ് പ്രധാനം. അപ്പം നമ്മളുടെ ആ ഫുഡ്, ഇപ്പോൾ ഒരു ആപ്പിൾ ആയാലും ശരി, ഒരു ലിംബിക്ക ആയാലും ശരി, ഒരു ജാമ്പയ്ക്ക ആയാലും ശരി, ഒരു മൾബറി ആയാലും ശരി,
നമുക്ക് ഭയങ്കര പ്രിയമാണ് നമ്മളെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് നമുക്കത് സർപ്ലസ് ആയിട്ടില്ല. അപ്പൊ എന്താണോ ഇല്ല അത് നേടാനേ നമ്മൾക്ക് എപ്പോഴും ഒരു ഇന്റൻഷൻ ഉണ്ടാവും. അങ്ങനെ സ്ലോലി ഇപ്പം ഒന്ന് ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് നോക്കി. ഞാൻ പറഞ്ഞു റീസെന്റ് ഞാൻ കേരളത്തിൽ വന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുക്ക് ചെയ്തതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ അമ്മ ഫോർ എക്സാമ്പിൾ 100 രൂപ തരുമെന്ന് വയ്ക്കുക. എനിക്കന്ന് 4 സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. അപ്പൊ അവരൊന്നും ഫിനാൻഷ്യലി സൗണ്ട് അല്ല. അപ്പം അവരെയും കൂടെ കൊണ്ടുപോയി ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുന്ന അത്ര പൈസ വീട്ടിൽ തരത്തില്ല, ചോദിച്ചാൽ ഇടിയും കൂടെ കിട്ടും. സാമ്പത്തികമായിട്ട്. അപ്പം നമ്മളെന്താ ചെയ്യാ, 100 രൂപയ്ക്ക് ഒരു കോഴി അങ്ങ് വാങ്ങിക്കും ഫോർ എക്സാമ്പിൾ. എന്നിട്ട് നമ്മൾ 4 പേരും കൂടെ കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്കോണമിക് തോട്ട് പ്രോസസ് ഇതിനകത്തുണ്ട്. നെസസിറ്റികളായിരുന്നു. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആ ജേണി കണ്ടിന്യൂ ചെയ്ത് പോവുമായിരുന്നു. പക്ഷെ നാട്ടിൽ തിരിച്ചു വന്നപ്പം എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മയുടെ 47-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഏകദേശം 10-22 കൊല്ലമായി. ബട്ട് ദെൻ അഗൈൻ ആ അമ്മയുടെ രുചിക്കൂട്ട്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ നളപാചകം, എന്നെ സംബന്ധിച്ചോളം എൻ്റെ അമ്മമാരുടെ പാചകം. ഇന്നും എനിക്ക് മത്സരമില്ലാത്തത് കേരളത്തിലെ അമ്മമാരോട് മാത്രമാണ്. കാരണം അമ്മമാരെ തോൽപ്പിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷെ അമ്മമാരുടെ രുചികളുടെ പിറകെയാണ് ഞാൻ. അപ്പൊ ആ രുചിക്കൂട്ടുകൾ നമുക്ക് കിട്ടിയാൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഒരുപാട് 70 വയസ്സായ ഒരു അമ്മ ഭക്ഷണം കഴിക്കാൻ വന്നു. എൻ്റെ കയ്യിൽ തന്നെ ഫോട്ടോ അടക്കും. അമ്മയ്ക്ക് ഞാനൊരു എള്ളുണ്ട കൊടുത്തു. ഈ എള്ളുണ്ട കഴിച്ചിട്ട് 70 വയസ്സായ അമ്മ എൻ്റെ അടുത്ത് ലാസ്റ്റിൽ പറഞ്ഞു, മോനെ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഡിഫറെന്റ് പാലറ്റ്സ് ആണുള്ളത്, ടേസ്റ്റ് ബഡ്സ് ആണുള്ളത്. എല്ലാവരെയും ഒന്നും സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളെ മനസ്സിന്റെ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത് ഒന്ന് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് പ്ലസന്റ് ആക്കാൻ പറ്റുന്നത് ഫുഡുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്നാണ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷ്യസ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ പണ്ട് നമുക്കത് ഇല്ലായ്മ ഉണ്ടായിരുന്നു, ഭക്ഷണം ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനോട് പ്രിയം കൂടുന്നതും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുട്ടികൾക്കായാലും പലർക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മതിയാക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് മാറ്റം ശരിക്കും വന്നിട്ടുണ്ട് എന്നല്ലേ? വിദ്യാസമ്പന്നത എന്ന് പറയുന്നത് ബേസിക്കലി ഉണ്ടാവുന്നത് നമ്മളെ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ്. നമുക്കുള്ള കൾച്ചറിനെ വൃത്തിയായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഇല്ലാത്ത കൾച്ചർ ഉണ്ടാക്കി വരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇല്ല, കുറച്ച് വർഷങ്ങളായതേ കാണൂ അല്ലേ? അപ്പം ഇവർക്കെല്ലാം ബേസിക്കലി ഒരു കൾച്ചറില്ല. ഇപ്പം അമേരിക്കയ്ക്ക് തന്നെ ഒരു കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ കൾച്ചർ, ഒരു മിക്സഡ് കൾച്ചറാണ്. നമുക്കൊരു പരമ്പരാഗതമായി ഇപ്പൊ ചോളാസ് ഇല്ലെങ്കിൽ രജ്പൂട്സ് ഇല്ലെങ്കിൽ മുഗൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പരമ്പരാഗത ബ്ലഡ് ലൈനുണ്ട്. ഈ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, താങ്കളിപ്പോൾ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഒരു സൗദി അറേബ്യയിലേക്ക് ഒരു അറബിയെ മീറ്റ് ചെയ്യാൻ പോകും. അയാളെ വീട്ടിൽ ചെല്ലുമ്പോൾ ആതിഥേയത്വം അല്ലെ, ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ എന്ത് ഫുഡായിരിക്കും തരുന്നത്? എനിക്ക് തോന്നുന്നു ഭക്ഷണമാണോ ചോദിച്ചാൽ ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് അറബിക് ഫുഡ് അല്ലേ, അതായിരിക്കും വളരെ അന്തസ്സോടുകൂടി അല്ലേ. അതേപോലെ തന്നെ വൃന്ദ ചൈനയിൽ ചെല്ലുന്ന കരുതാ, അവരെന്തായിരിക്കും? ചൈനീസ് ഫുഡ് ആയിരിക്കും. നമ്മൾ രാഷ്ട്രീയപരമായും ദേശപരമായും ഒക്കെ ഭയങ്കര ഇന്ത്യനാണ്, പാട്രിയോട്ടാണെന്നൊക്കെ പറയുന്നു അല്ലെ. നമ്മളുടെ പ്ലേറ്റിന്റെ കാര്യം വരുമ്പോ എന്റെ ചോദ്യം, നിങ്ങളൊരു പാട്രിയോട്ടാണോ? അപ്പൊ അതല്ലേ നോക്കണ്ടേ, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ. അപ്പൊ നമ്മളുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് നമ്മളുടെ പരമ്പരാഗതമായ കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് നല്ലൊരു തലമുറ ഉണ്ടാവണമെന്ന് വെച്ചു. താങ്കൾക്ക് നല്ലൊരു തലമുറ ഉണ്ടാവണം, താങ്കളുടെ കുട്ടികൾ നന്നായിരിക്കണം, അവർ ഹെൽത്തി ആയിരിക്കണം, അപ്പൊ അവർ ഇന്റലിജന്റ് ആയിരിക്കണം, വിസ്ഡം ആയിരിക്കണം. നമ്മളൊരു പട്ടിയെ വാങ്ങിച്ചാൽ പോലും ഡോഗ് ഫുഡ് അല്ലേ, അതിന് ബേസിക്കലി അതിന് സ്പാ ശരിയല്ലേ. അപ്പം അതുകൊണ്ടാണ് അതിന്റെ പപ്പീസ് അതിന് 40,000 രൂപ വില കിട്ടും, ഇല്ല 50,000 രൂപ വില കിട്ടും എന്ന് പറയുന്നതുകൊണ്ട് കൊടുക്കുന്ന ഒരു കെയർ. നമ്മളുടെ കുട്ടികൾ ഉണ്ടാവണം എന്ന്, അല്ലെ എനിക്ക് നാളെ കല്യാണം കഴിക്കണം, എനിക്ക് നാളെ നല്ല ജനസിലെ കുട്ടികളൊക്കെ ജനിക്കണം, അവർ ഹെൽത്തി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണോ നമുക്കുള്ളത്? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി എന്ന് പറയുമ്പോഴും ഹെൽത്തി എന്ന് പറയുന്നുണ്ട്, അതായത് അത് കഴിക്കുന്നു, മറ്റേത് കഴിക്കുന്നു, ലീഫ് വെജിറ്റബിൾസ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഹെൽത്തി ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. ഒരു ഭക്ഷണ രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് ഹെൽത്ത് എന്നുള്ളത്?
കാരണം ഇപ്പം എൻ്റെ മുത്തശ്ശി 90 വയസ്സിന് മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അതും അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്ന് ഒരു മെഡിക്കൽ കോളേജും കുറച്ച് ഡിസ്പെൻസറീസും വളരെ അപൂർവമായ ഹോസ്പിറ്റലും ഉള്ള കാലഘട്ടത്തിൽ ടെക്നോളജിയിൽ വൈഫൈയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് 90 വയസ്സ് വരെ ആയുസ് കിട്ടി അല്ലേ. അപ്പോൾ ടെക്നോളജി ഡെവലപ്പായി നിൽക്കുന്ന ഈ സമയത്ത് വൃന്ദ ഏത് വയസ്സിലായിരിക്കണം മരിക്കണ്ടേ? അതെ, സത്യം അല്ലെ? അതല്ലേ ടെക്നോളജി. മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും കൂട്ടിക്കിട്ടുന്ന ടെക്നോളജി അല്ലേ ഉണ്ടാവണ്ടേ? ശരിയല്ലേ? അതല്ല ഇപ്പൊ എല്ലാവരും പണ്ട് 30 വയസ്സിൽ മരിച്ചിരുന്നു, അങ്ങനെ 50 വയസ്സിൽ വരുമ്പം ലൈഫ് സ്പാൻ കൂട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു സയന്റിസ്റ്റുകൾ നോക്കി. അങ്ങനെയാണ് ഫുഡും കൾട്ടിവേഷനും എല്ലാം ഉണ്ടായത്. കാരണം ലൈഫ് സ്പാൻ വളരെ കുറവ്, ഇമ്മ്യൂണിറ്റി വളരെ കുറവ്, അങ്ങനെ ഇപ്പം വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കില്ല. ഇപ്പൊ 30-35 വയസ്സിലെല്ലാം അറ്റാക്ക് വന്നു. അപ്പൊ എവിടാണ് ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ കുക്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പല ആളുകളും ഞാൻ അധികം കുക്ക് ചെയ്യണമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അധികം. എപ്പോഴും എല്ലാം ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ട്, നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ ഭക്ഷണം കിട്ടുന്ന എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ ചേഞ്ച് വന്നിട്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? ഞാൻ പിന്നെയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുക്കിംഗ് എന്ന് പറയുന്നത് അവനവനോട് തോന്നേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇപ്പം താങ്കള് 1000-കണക്കിന് രൂപ കൊടുത്ത് ഡ്രസ്സസ് വാങ്ങിക്കുന്നു, നമുക്ക് ബാക്കിയുള്ളവരെ കാണിക്കുക എന്നുള്ളതല്ല ജീവിതം. അടിസ്ഥാനപരമായി കാണിക്കണ്ടെന്ന് ഞാൻ പറയും, നമുക്ക് കാണിക്കാം, നോക്കണം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മളെ ജീവിതം നമ്മളെ കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോഴോ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴോ നമുക്കൊരു സന്തോഷമുണ്ടോ? അപ്പോൾ നമ്മളെ ആരോഗ്യം, നമുക്ക് ഹിപ്പിന് താഴോട്ടുള്ള സ്ട്രെങ്ത് എങ്ങനെയുണ്ട്, ഹിപ്പിന് ടോപ്പിലുള്ള സ്ട്രെങ്ത്, ഇതിനെ ഒന്ന് വിലയിരുത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായി. ഇപ്പൊ കേരളത്തില് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം മിനിമം ഒരു 3 മാസം തൊട്ട് 6 മാസത്തിനകത്ത് ഒരു അണ്ടർ ഗാർമെന്റ് മാറണം. ഇത് ക്ലിനിക്കലി മാറുന്ന എത്ര സുഹൃത്തുക്കൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും? മനസ്സിലായില്ലേ? ജട്ടിക്ക് ഊട്ട വീണാൻ പോലും ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് ഇട്ട് കിടക്കുന്നവന്മാർ എനിക്കറിയാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് അടിയിൽ കിടക്കുകയല്ലേ, അതാരും കാണുന്നില്ല. സിസ്റ്ററിനെ പറഞ്ഞ മനസ്സിലായി. അപ്പം നമ്മളെ ശരീരം നമ്മളാണ് കാണേണ്ടത്, നമ്മളെ ആരോഗ്യം നമ്മളാ മനസ്സിലാക്കണം. അപ്പൊ എൻ്റെ മുടിക്ക് എന്ത് കഴിക്കണം, എൻ്റെ കണ്ണിന് എന്ത് കഴിക്കണം, എൻ്റെ പല്ലിന് എന്ത് കഴിക്കണം, എൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, എൻ്റെ ഹാർട്ടിന് എന്ത് കഴിക്കണം, എൻ്റെ ഇന്റലിജൻസ് ബൂസ്റ്റ് ചെയ്യാൻ എന്ത്, ഇതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ വേർ ആർ യു ലുക്കിംഗ് ഫോർവേഡ്. എൻ്റെ ജീവിതം പോകുന്നത് കണക്ട് ചെയ്ത് എൻ്റെ മകനിൽ, അവനിൽ നിന്ന് അടുത്ത തലമുറ, ഇതാണ് ജീവിതം. അല്ലാണ്ട് ഞാനിപ്പം ഈ ബെൻസ് കാർ വാങ്ങിച്ചു വെച്ചാൽ അത് നാളെ വേറൊരാളുണ്ടോ? അല്ലെ? 25 വർഷത്തിൽ കൂടുതലോ 50 വർഷത്തിൽ കൂടുതലോ ഒക്കെ ഒരു വീട്ടിൽ തന്നെ ഒരാൾ താമസിക്കുന്ന വളരെ അപൂർവമാണ്. ആണോ അല്ലയോ? അപ്പൊ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി വെക്കുമ്പോ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ തലമുറകൾ നിലനിൽക്കണം. ഇപ്പം അമ്മ മക്കളെ വളർത്തുന്നു അല്ലെ, അവനെ എഞ്ചിനീയർ ആക്കുന്നു, ഡോക്ടർ ആക്കുന്നു, പലതും ആക്കുന്നു. അവർക്കൊരു തലമുറ ഉണ്ടാവണ്ടേ? ഈ തലമുറ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുസ്തകം കഷത്ത് വെച്ചിട്ട് കാര്യമുണ്ട്? അവന്റെ ഹെൽത്ത്, ഫുഡ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പലരും പറയും എന്റെ മോൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അത് നിങ്ങളെ പ്രൊഡക്ഷന്റെ പ്രശ്നമാണ്, പ്രോഡക്റ്റിന്റെ അല്ല. നിങ്ങളെ കൊണ്ട് കൊള്ളത്തില്ല. നിങ്ങളെ കൊണ്ട് കൊള്ളാമെങ്കിൽ നിങ്ങളെ പ്രോഡക്റ്റ് നന്നായിരിക്കണം. നമ്മൾ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എല്ലാവരുടെയും സിറ്റുവേഷൻ അല്ല. ഇപ്പൊ എന്റെ കാര്യത്തിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്റെ മകനോട് സംസാരിക്കുന്നുണ്ട്, ഞാനും ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലേ? ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് വലിച്ചു വാരി തിന്ന് വയറും ചാടി, ഇല്ലെങ്കിൽ ഞാൻ ഉണങ്ങിക്കരിഞ്ഞ്, എങ്ങനായാലും ഞാൻ എന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ ഷോക്കേസ് ചെയ്യണം, എന്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഷോക്കേസ് ചെയ്യണം. ബാക്കിയെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷെ എന്റെ ജോലി ഞാൻ ചെയ്തില്ല, എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തില്ല. അപ്പൊ എന്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവും. എന്റെ ഡ്യൂട്ടി, ഇവിടെ ആൾക്കാർക്ക് ഡ്യൂട്ടി ചെയ്യാൻ വയ്യ. എനിക്ക് എന്റെ അവകാശം കിട്ടണം, എന്റെ അവകാശമാണ് അല്ലെ? നമ്മളെന്തിനാ അവകാശത്തിന്റെ പിറകെ ഓടുന്ന? എന്റെ ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്താൽ എന്റെ അവകാശം എന്നിൽ വന്നു ചേരും. എന്റെ ഒരു എക്സ്പീരിയൻസ് അത് ഈ രീതിയിൽ അല്ലെ വേറെ രീതിയിൽ വന്നു ചേരും. അത് ആൾക്കാർക്ക് അത് തിരിച്ചറിവുകൾ ഉണ്ടാവണം. അത് ശരിയാ, അത് വലിയൊരു കാര്യം തന്നെയാ സാർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഷെഫ് എന്ന് വിളിച്ചു. ഓക്കെ. അപ്പൊ ഷെഫ് പറഞ്ഞത് വളരെയധികം ശരിയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഷെഫിന്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ, ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്തു നോക്കിയ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ, മുത്തശ്ശി രസം, ഏത്തക്ക പുളിശ്ശേരി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എത്രത്തോളം ഈ ഒരു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് വ്യത്യസ്തമാണ് ഷെഫിന്റെ ഒരു പാചകം? ആരോഗ്യം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. ജീവിക്കണമെങ്കിൽ
നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഔഷധപൂർണമായ ആഹാരം കഴിക്കണം, അല്ലേ? അതെ. ബോഡിക്ക് വേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, ബോഡി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, ബോഡി പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഇത് നമ്മൾ ഡംപിങ് ചെയ്യുന്നുണ്ട്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ചോദിക്കാം. നമ്മളുടെ ബേസിക് ആണ് ഈ കുത്തരിച്ചോറ്, അതെ അതെ അതെ. അല്ലെ? 1 കിലോ മട്ട റൈസിന്റെ വില എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ മട്ട റൈസ് കഴിക്കാറില്ല. ശരി, 1 കിലോ തക്കാളിയുടെ വില എന്താണ്? തക്കാളിയുടെ വില 30-36 രൂപയ്ക്ക് 1 ഉണ്ടാവാറുണ്ട്. കിലോ സവാള? സവാളയ്ക്കും ഒരു 30-40 അങ്ങനെ മാറി മാറി വരും. ഇപ്പോഴത്തെ വില ഞാൻ ചോദിച്ചു. ഇപ്പോഴത്തെ വില ഞാൻ കുറച്ച് സേവ് വാങ്ങിയിട്ട് ഞാൻ വാങ്ങുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ ഞാൻ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്വർണ്ണ വില എന്തായി എന്നല്ല, അല്ല പച്ചക്കറി വില എന്താണ്. അതെ അതെ നമുക്കൊരു 100 കൊടുത്ത എന്തൊക്കെ കിട്ടും, അതെ അതെ. ഒരു 200 കൊടുത്ത എന്തൊക്കെ കിട്ടും. അപ്പൊ അടിസ്ഥാനപരമായി ഈ ചോദ്യം എപ്പോഴെങ്കിലും വൃന്ദ ഇപ്പൊ ഈ ഇരിക്കുന്ന ടീമുകൾക്ക് ചോദിച്ചാൽ അവരെല്ലാം തോറ്റു. സത്യം. ഇതാണ് നമ്മളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ. 1 കിലോ ചിക്കന്റെ വില എത്രയാണ്? അത് 200-260 രൂപ വരെ വരാം. 1 കിലോ ബീഫിന്റെ പോത്തിറച്ചിയുടെ വില? ബീഫ് കുറച്ച് സേവ് വാങ്ങിട്ട്. ബീഫിന്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു ബീഫിന്റെ ഒരു വിഷയം. അല്ല, ശരിക്കും പറഞ്ഞല്ലേ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കണമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കേരള സ്റ്റോറിയിൽ കണ്ടിരുന്നു ബീഫിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? എന്നെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായി എല്ലാം ഒരു കച്ചവടമാണ്. പക്ഷെ ഇതല്ലായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ നമ്മളുടെ കാർപ്പന്റർ എന്ന് പറയുന്ന ജോലി, ഇപ്പൊ കാർപ്പന്ററിന്റെ ഒരു ഹെറിഡിറ്ററി ആണ്, ഒരു ഹെറിഡിറ്ററി ഇല്ലേ? ആ ബ്ലഡ് ലൈനിൽ ആശാരി എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരുന്നത്. അപ്പം അവർക്കൊരു കഴിവുണ്ട്, സ്കില്ലുണ്ട്. വിശ്വകർമ്മ എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെടുന്നതാണ്. അപ്പൊ അത് അന്തസ്സായിട്ട് കണ്ടു നോക്കി. ആ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ആളെ വിളിച്ചുകൊണ്ട് ആ ഒരു ആശാരി. പിന്നെ അതിനുശേഷം കൊല്ലൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയായിരുന്നു. ഇതിനെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്കാരത്തിനകത്ത് ഇതിനെല്ലാം തേജോവധം ചെയ്ത് കളഞ്ഞു, അടിച്ച കച്ചവടം, കൊല്ലേ പറഞ്ഞു മനസ്സിലായി. എന്നിട്ട് ഡോക്ടർ, എഞ്ചിനീയർ, കുശിനിക്കാരൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ നേരത്തെ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ കഞ്ഞി, നീ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ല കിടക്കുമ്പോ നിന്റെ കൂടെ നിൽക്കുന്നത് കഞ്ഞിയാ, വാഴ എന്ന് പറയല്ലോ. അതെ അതെ, ഒന്നുമില്ലാത്ത ഒരാള് വാഴ. ഇത്രയും ഉപയോഗപ്രദമായ വേറൊരു വൃക്ഷമില്ല. അതായത് വാഴത്തണ്ട് തൊട്ട് വാഴപ്പിണ്ടി തൊട്ട് വാഴയിലോട്ട് വാഴക്കൂമ്പോട്ട് എല്ലാം കഴിക്കാം. അപ്പം നമ്മളുടെ മലയാളത്തിന്റെ ഒരു പ്രശ്നം ഇല്ല, നമ്മളെ ആൾക്കാർക്ക് ശശി, സാബു അല്ലെങ്കിൽ സോമൻ ഇതെല്ലാം പുച്ഛം ഇങ്ങനെ ആക്കിയെടുത്ത്. അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിന്റെ റീസൺ. നമ്മളുടെ മലയാള ഭാഷയെ, നമ്മളെ മലയാള സംസ്കാരത്തിന്, നമ്മളെ മലയാള മണ്ണിനെ അറിയണമെങ്കിൽ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് നോക്കണം, കേരളത്തിലോട്ട് നോക്കണം. അപ്പൊ ഇപ്പൊ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ വേടൻ എന്ന് പറയുന്നൊരു പേര്. അപ്പൊ ആ പേരാണ് ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ആ പാട്ടുകളാണ് പുള്ളിയുടെ ബിസിനസ് ഉണ്ടായത്, അല്ലേ? ഇതെല്ലാം താങ്കൾ ഒരു ബിസിനസ്മാനെ കണക്ക് കണ്ടു നോക്കും, ഇതിനെല്ലാം ബിസിനസ്സാണ്. ഇപ്പൊ ഈ ബീഫിന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അത് വിവാദമായി, ബിസിനസ് ഉണ്ടായി. ഈ ഒരു കാര്യവുമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കാര്യവും ഇല്ലാണ്ട് അമ്പിളിയമ്മാവനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ കണക്ക് നമ്മളിവിടെ കിടന്ന് കുറച്ചിട്ട് കാര്യമില്ല. പടം ഉണ്ടാക്കി, കാണണ്ടവൻ കാണുക, കാശുള്ളവൻ കാശ് കൊണ്ടെടുക്കുക. ഞാനിവിടെ കിടന്ന് വൗ 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 എന്ന് പറഞ്ഞ് കുറച്ചെന്ന് പറഞ്ഞ അമ്പിളിയമ്മാവ് ഇടുന്നോണ്ട് ചിരിക്കത്തേ ഇല്ലേ ഉള്ളു? ശരിയല്ലേ? നോട്ട് മൈ മങ്കീസ്, നോട്ട് മൈ സർക്കസ്. സാമൂഹ്യ ഭദ്രത എന്ന് പറയുന്നത് നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആരോഗ്യത്തിനെ നോക്കുന്നുണ്ടോ? നിങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു പുതിയ വാക്ക് പഠിച്ചിട്ടുണ്ടോ? ഒരു പുതിയ രീതിയെ പറ്റി നിങ്ങൾ ഇതുവരെ ഗവേഷണം ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ സക്സസ് ആണ്. ഗൂഗിൾ അറിയാം വൃന്ദ, എല്ലാവർക്കും അറിഞ്ഞൂടെ? എല്ലാവർക്കും ഗൂഗിൾ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ മറ്റേ അതെ, ഇത്രയേ ഉള്ളു നമ്മളെ വിജ്ഞാനം. അപ്പം അതൊരു തെറ്റല്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ, അല്ലേ? അറിവില്ലായ്മ സ്വീകരിക്കണം, എന്നിട്ട് അറിവിന്റെ പിറകെ ഓടണം. ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കും ഒരു ദിവസം. ആ സമയത്ത് തോണ്ടുമ്പം, ഇന്നത്തെ ദിവസം നമ്മൾ തോണ്ടുമ്പം ഇന്ന് ഞാൻ കൊക്കക്കോളയെ പറ്റി ഒന്ന് പഠിക്കാം. കൊക്കക്കോള ഇതാരാ കണ്ടുപിടിച്ചേ? ഇതെന്താ എന്റെ കഥ? ഒന്നും വേണ്ട, ഫുട്ബോൾ ഏത് രാജ്യം കണ്ടുപിടിച്ചത്? എനിക്കറിയില്ല. ഭയങ്കര ഫുട്ബോൾ ഭ്രാന്തന്മാരുണ്ട്.
അത് എനിക്ക് തോന്നുന്നു ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ സമരത്തിനൊക്കെ കുറേ പേര് ഇങ്ങനെ നടക്കും പിന്നാലെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരോട് ഒരാളോട് നിർത്തി ചോദിച്ചാൽ ഷെഗ്വേര ആരാ മറ്റാരെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടില്ല. ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലേ, താങ്കൾ സ്കൂള് വിട്ടു പോകുന്ന സ്റ്റുഡൻസിനെ നോക്കണം. നമ്മൾ സ്കൂളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് അടിസ്ഥാനപരമായി പറയൂ. സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെരുമാറാനും അല്ലെങ്കിൽ ഓരോ ഡിസിപ്ലിനാണ്. ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഇവിടുത്തെ സ്കൂളില് എത്ര സ്റ്റുഡൻസ് കറക്റ്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്? തോളത്ത് ഒരു 5 എണ്ണം കയ്യുമായിട്ട് പിള്ളേർ നടക്കുന്നതാണ്. അപ്പൊ പിന്നെ ഈ പറയുന്ന രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി നിങ്ങൾ അവിടെ എന്തോ പഠിപ്പിച്ച്? ആർക്കമിഡീസ് പ്രിൻസിപ്പിളോ? ഞാനും പഠിച്ച് കോസ് തീറ്റ ടാൻ തീറ്റ. നിങ്ങൾ അടിസ്ഥാനപരമായി അവന്റെ തീറ്റയെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ അവന്റെ തീറ്റയെ പറ്റി പഠിപ്പിക്കൂ, പിന്നെ കോസ് തീറ്റയും ടാൻ തീറ്റയും പഠിപ്പിക്കൂ. അത് എങ്ങനെ തിന്നണം, എപ്പോ തിന്നണം, എവിടുന്ന് തിന്നണം, എന്തൊക്കെ തിന്നാൽ നിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യും എന്നുള്ളത് പഠിപ്പിക്കൂ. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു സ്കൂളിന് കുറെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായി? ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന നേരത്തെ വെച്ച സ്റ്റുഡൻസിന് ആ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതിന് ശേഷം ജോലിക്കുള്ള അവസരങ്ങൾ ആ മാനേജ്മെന്റ് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പല ഹോട്ടലുകളിൽ. ആ പല ഹോട്ടലിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു വർക്ക് എക്സ്പീരിയൻസ്, അവർക്ക് ട്രെയിനിങ്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശരാശരി ഈ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയിട്ടുള്ള ഒരു ബ്രോയിലർ ചിക്കനായി മാറുന്ന എല്ലാം റസ്റ്റിക് ആയിട്ട്. ഇവിടെ ഒരു 5000 കോടിയോ 4000 കോടി സമ്പാദ്യമുള്ള ഒരു ഡയമണ്ട് മെർച്ചന്റിന്റെ മകൻ കൊച്ചിയിൽ വന്ന് ബംഗാളികളുമായിട്ട് താമസിച്ച് ലൈഫിനെ പറ്റി പഠിക്കാൻ വന്നൊരു കഥാപത്രത്തിന്റെ ഫീച്ചറായിരുന്നു. വായിച്ചായിരുന്നു? വായിക്കണം. അയാളെന്തിനാ ഈ നാട്ടിൻപുറത്ത് പറഞ്ഞു വിട്ടത്? കാരണം അവൻ അതിന്റെ വേദനകളും യാതനകളും ഈ പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ, ഇന്നത്തെ ഒരു പ്രോബ്ലം എന്ന് എഴുതി കാണിച്ച കണ്ടം വഴി ഇറങ്ങി ഓടും. സോൾവ് ചെയ്യാൻ ആ പ്രോസസ്സിലൂടെ പോവാൻ താല്പര്യപ്പെടുന്നില്ല. അത് താല്പര്യപ്പെടണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഭക്ഷണ രീതിയെ മാറ്റണം. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ വിഷരഹിത ആഹാരം കഴിച്ചാൽ വിഷരഹിത ചിന്താഗതികൾ ഉണ്ടാവും. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. അപ്പോൾ ഭക്ഷണ രീതിയിലുള്ള ഒരു മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഒരു മാറ്റം വരുത്തണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷെഫിന്റെ ഒരു പാചകം എന്ന് പറയുന്നത്, പാചകത്തിലുള്ള ഒരു വിഭവങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ജൈവപരമായിട്ടുള്ള കാര്യം അങ്ങനെ തന്നെയാണോ? ജൈവമായിട്ടുള്ള പച്ചക്കറികൾ അങ്ങനെയൊക്കെയാണോ? ജൈവമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇന്ന് വലിയൊരു ചോദ്യമാണ്. ഞാൻ കഴിക്കുന്ന കാര്യം ക്ലിനിക്കലി ഭയങ്കര ഹെൽത്തി ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം കഴിവതും ഇപ്പം അരിയൊക്കെ 3-4 പ്രാവശ്യം കഴുകി ചോറ് വയ്ക്കുക. അപ്പൊ എല്ലാം ഒന്ന് കഴുകുക, വൃത്തിയായിട്ട് കഴുകി ഉപയോഗിക്കുക. ഇപ്പൊ ചത്താ പോലും കഴുകിയിട്ടല്ലേ അടക്കുന്നത്, അല്ലേ? അപ്പം ഇവിടെ പലയിടത്തും കഴുകിയിട്ടാണോ പാചകം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് അവന്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടും, അല്ലേ? അപ്പോൾ അടിസ്ഥാനപരമായി നമ്മളുടെ പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ എടുക്കുക. അപ്പോൾ ഇവരെല്ലാം സഫർ ചെയ്യുന്നതിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് അവിടെ എംപ്ലോയീസിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബംഗാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഈ പാവപ്പെട്ട ഈ ഹോട്ടലുകാര് ഇവന്മാരെ വെച്ച് ഇല്ലാണ്ട് ഇപ്പൊ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ മലയാളികൾ വർക്കേഴ്സ് ഇല്ല. മറ്റേ ഇവിടെ ഇല്ലേ, എവിടെ എനിക്ക് തോന്നുന്നു ആര്യാസാണോന്ന് അറിയില്ല, പറയുമ്പോൾ തമിഴ് ആളുകളൊക്കെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒതന്റിക് ഫുഡാണെന്ന് പറയുമ്പോഴും ഉണ്ടാക്കുന്നത് ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ്. ആര്യാസിൽ തന്നെ ബേസിക്കലി ഒറിജിനൽ ആര്യാസ് അല്ലാതെ ആര്യാസ് ഒക്കെ ഉണ്ട്, പേര് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും പോയി നോക്കുന്നില്ല. നമ്മൾ ആര്യാസ് കണ്ടു ചാടികൾ നടത്തുന്നത് ചിലപ്പം ഈ പറഞ്ഞ സുൽത്താൻ ഇബ്രാഹിം ആയിരിക്കും, നമുക്ക് തോന്നുന്നതാണ്, അല്ലെ? നമുക്ക് പക്ഷെ ഇവരാണ് കൂടുതൽ അവിടെ പണിയെടുക്കുന്നത്. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഇവരുടെ ഒരു നെറ്റ്വർക്കായി. ഇവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് 800 രൂപയ്ക്ക് വർക്ക് ചെയ്ത് അപ്പുറത്ത് 900 രൂപ ചാടിപ്പോവും. ഇവരെ പിടിച്ചു നിർത്താനെന്ന് നമുക്ക് പറയാം. അങ്ങനെ പല ഹോട്ടലുകളും രാത്രിക്ക് രാത്രി ഇവന്മാർ പെട്ടിയെടുത്ത് മുങ്ങിക്കളയും. അപ്പൊ ഈ ഹോട്ടൽ അസോസിയേഷൻ ഭയങ്കര ഫങ്ഷൻസും പ്രോഗ്രാംസും ഒക്കെ നടത്തുന്ന ഒരു സ്ട്രോങ് അസോസിയേഷനാണ് ഹോട്ടൽ അസോസിയേഷൻ. അവരെന്താ ചെയ്യേണ്ടത്? എല്ലാവരും കൂടെ കൂട്ടായ ഒരു തീരുമാനം എടുക്കണം. ഇവന്മാർക്ക് പോലീസ് ക്ലിയറൻസ് ലെറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വെക്കില്ല. കുറച്ച് സഫർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവന്മാർ പിന്നെ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവന്മാർക്ക് പോലീസ് ക്ലിയറൻസ് ലെറ്റർ വേണം. ഇവന്മാരുടെ ഈ തോന്നിയവാസം നമുക്ക് നിർത്താൻ പറ്റും. ഇവന്മാരെ വിശ്വസിച്ചിട്ട് ആണ് ഇപ്പൊ ഈ ഇൻഡസ്ട്രി ഓടിക്കൊണ്ടിരിക്കുന്നത്. രാത്രിക്ക് രാത്രി മുങ്ങുന്ന ടീമാണ്. അങ്ങനെ അനുഭവിച്ച് മനസമാനം നഷ്ടപ്പെടുന്ന എത്ര ഹോട്ടൽ ഉടമസ്ഥരുണ്ടെന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലിനിക്കലി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി മലയാളികളായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവര് ഒന്നുമില്ലെങ്കിലും 2 നേരമൊക്കെ കുളിച്ച് കൈയും കാലും ഒക്കെ കഴുകി നടക്കുന്നവരാണ്. അവരുടെ സ്വഭാവം ഈ ഫുഡിനകത്തും കാണുമല്ലോ. ഈ കൈയും കാലും പോലും കഴുകി കുളിക്കാത്തവന്മാര് അരി കഴുകുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും നിർബന്ധം ഉണ്ടോ കുട്ടിയെ?
അല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ രണ്ടുനേരം കൈയെല്ലാം കഴുകിച്ചിട്ടേ കൊണ്ടുവരുള്ളൂ ഇവരെ എന്ന് വെച്ചാൽ ഇവർ ഈ പാൻപരാഗ് അങ്ങനത്തെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചിലപ്പോൾ വന്ന് പണിയെടുക്കും. എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിവിടെ ഇരുന്ന് കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കും. പക്ഷെ മലയാളികൾ ഹാപ്പിയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഫുഡിന് ചിലപ്പം ഈ ടേസ്റ്റ് എന്ന് പറയുന്നൊരു മിത്താണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ മന്തി റൈസ് എന്ന് പറയുന്ന റൈസ് മാഗിയുടെ ക്യൂബ് വാങ്ങിക്കാൻ കിട്ടും. ഈ ക്യൂബ് അങ്ങോട്ട് വാരി ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ റൈസ് അങ്ങ് വാരി തിന്നുക. ഈ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോ എന്താ ഇതിന് ടേസ്റ്റ് ഇല്ലാത്ത എന്താണ് ഈ ചോദ്യം? മനസ്സിലായി? ഈ ചോദ്യം ചോദിക്കാനുള്ള എന്റെ വീട്ടിലില്ലാത്ത ടേസ്റ്റ് എങ്ങനെ ഇവിടെ വന്നു? വാട്ട് ഇസ് ദ സീക്രട്ട്? അപ്പം ഒന്നെങ്കിൽ ഇവർ സ്റ്റോക്ക് വാട്ടറിൽ ഉണ്ടാക്കണം, അത് ചെയ്യുന്നില്ല, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവര് മാഗി ക്യൂബ്സ്, അത് ഒരു കുപ്പി വെള്ളം കുടിക്കണം, 2 കുപ്പി വെള്ളം, ഭയങ്കര പരവേശമാണ്. ഈ കഴിക്കുമ്പോൾ ആർത്തിമൂത്ത് കഴിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചോദ്യം ചോദിക്കണം. അപ്പം ഈ രുചിയിലല്ല കാര്യം. കഴിച്ചിട്ട് കൈ സോപ്പിട്ടാണോ കഴുകിയ? കൈ കഴുകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് കൈ കഴുകുമ്പോൾ അറിയാൻ പറ്റും ആ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചൊരു എണ്ണമയം ഉണ്ടാവാറുണ്ട് ചില ബിരിയാണി കഴിക്കുമ്പോൾ. അതെന്താ നിങ്ങളെ വീട്ടിൽ വെക്കുമ്പോൾ അതില്ലാത്ത? അത് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ അത് ഇത് എന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് താഴോട്ട് എവിടെയൊക്കെ പിടിച്ചു കാണും, ഇല്ലേ? പിന്നെ പിറ്റേ ദിവസം നമുക്ക് പിമ്പിൾസ് ആയി, സ്റ്റൈൽ ഈ പറഞ്ഞ കണ്ണിൽ സ്റ്റൈ ആയി, മൂലക്കുരുവായി, അങ്ങനെ പല പ്രതിസന്ധികളായി. എന്തിനാ? നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, വാരി വിഴുങ്ങുമ്പോ ഓർക്കണം ഇത് പിന്നെ പണി തരാൻ പോവാണെന്ന്. അപ്പൊ നമ്മളുടെ കൈ കൊണ്ട് വാരി തിന്നുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തരുന്നവനെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? പ്രസ്ഥാനങ്ങള് ബിസിനസ്സുകാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാട്ടിൽ ബിസിനസ്സുണ്ട്, പൊളിറ്റിക്സിൽ ബിസിനസ്സുണ്ട്, എല്ലാ കാര്യങ്ങളിലും, ഇപ്പൊ യുദ്ധങ്ങളിൽ ബിസിനസ്സുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന ഒരു ലോകമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ റിയാക്ഷനാണ് നമ്മൾ റിസൾട്ട് ചെയ്യുന്നത്. ഇപ്പൊ താങ്കൾ എന്നെ ചീത്ത വിളിച്ചു, ഞാൻ സോറി മോളെ, ഞാൻ റിയാക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ടുകളാണ് എന്നെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. എന്റെ റിയാക്ഷനിൽ ഞാൻ സൂക്ഷിക്കണം, ഞാൻ കുറച്ചും കൂടെ വൈസായിട്ട് ചിന്തിക്കണം. ഇതെല്ലാം ചിന്തിക്കണമെങ്കിൽ നമ്മൾ പ്ലേറ്റ്, വാട്ട് യു ഈറ്റ് ഇസ് വാട്ട്, നമ്മൾ പ്ലേറ്റ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ എന്താണ് കഴിക്കുന്നത്? ഒരു ചായ കുടിച്ചാൽ നമുക്ക് കുടിച്ചു, ചായ കുളത്തെ സോറി ചേട്ടാ വേണ്ട, 10 രൂപ കൊടുത്തിട്ട് നടന്നു പോവാ, മനസ്സിലായ? ഇഷ്ടപ്പെട്ടില്ല, ആ 10 രൂപയ്ക്ക് വില പേശാൻ അവനൊരു മാനിയനാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആക്കി തരും. എന്തിനാ? ആ 10 രൂപ പോട്ടെ. നമ്മളൊരു ബീഫ് വരുന്നു, ഇപ്പൊ ഞാൻ എൻ്റെ അവിടെ പോത്തിറച്ചിയാണ് കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു പ്ലേറ്റ് പോത്തിറച്ചി ഞാൻ കൊടുക്കുമ്പം എനിക്ക് 250 രൂപയ്ക്കാവും. കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കുരുമുളക് പൊടി കഴുകി ഉണക്കി പൊടിച്ച്, മുളക് പൊടി കഴുകി ഉണക്കി പൊടിച്ചൊക്കെയാണ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ജവ് കൊഴുപ്പ് ഇങ്ങനെ വലിക്കുമ്പോ ചൗക്കുറ്റി കടിക്കുന്ന പീസ്, ഇതൊന്നും ടക്കെന്ന് അടിക്കുന്നത് സാധനമൊന്നും നമ്മളെ ബീഫിനകത്ത്, നമ്മളെ പോത്തിറച്ചിക്കകത്ത് ഇല്ല. പ്ലേറ്റിനകത്ത് ഒരു യെല്ലോ ജവ്വോ നമ്മൾ വെക്കാറില്ല. അപ്പൊ ഇതെല്ലാം കൂടെ വെട്ടി അരിഞ്ഞിട്ട് 1 കിലോ ഇറച്ചി വാങ്ങിക്കാൻ 280 രൂപ കണ്ടു. ഇവിടുത്തെ ആൾക്കാർ അത് ആക്ച്വലി പട്ടിക്ക് കൊടുക്കേണ്ട ഇറച്ചിയാണ്. പട്ടിക്ക്, ഡോഗ്സിന് അതാ ഇഷ്ടം, കുറച്ച് ജവ്വും കൊഴുപ്പും. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് കറി വെച്ച് തന്നിട്ട് 100 രൂപ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ ആരെയും കുറ്റം പറയണ്ടേ? എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ബീഫിന് 250 രൂപയോ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് പോഷൻ കട്ടി 100 രൂപയ്ക്ക് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തർക്കങ്ങളില്ല. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ തർക്കങ്ങളില്ല, ഒരു പരാതികളുമില്ല. നിങ്ങൾക്ക് അവിടെ പോയി അരമണിക്കൂർ, 3/4 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ ഡോക്ടറെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണേ എന്നും പറഞ്ഞാൽ ചെന്നിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഭക്ഷണത്തിനായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പേഷ്യൻസ് ഇല്ല? ഞങ്ങളും പണിക്കാരല്ലേ, ഞങ്ങൾക്കും ഹോർമോൺസ് ഉണ്ട്, ഞങ്ങൾക്കും ടെൻഷൻ കാണും, ഞങ്ങൾക്കും ബാഡ് ഡേ ഉണ്ട്, ഞങ്ങൾക്ക് ഗുഡ് ഡേ ഉണ്ട്, അല്ലേ? പിന്നെ എന്തുകൊണ്ടൊരു പരിഗണന തരുന്നില്ല? അപ്പൊ അടിസ്ഥാനപരമായി നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി പതുക്കെ പോകണം, ഇല്ലേ വണ്ടിക്കാരനെ ചീത്ത വിളിക്കും. നിങ്ങൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ അവ അവിടെ നിൽക്കണം, ഇല്ലേ അവ റോഡിൽ നിൽക്കുന്നവനെ ചീത്ത വിളിക്കും, അല്ലേ? ഇത് രണ്ടും നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലേ? നമ്മളൊന്ന് ചവിട്ടി കൊടുത്താൽ പൊയ്ക്കോട്ടെ, നമ്മൾ നിന്നിട്ട് വണ്ടി പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാനുള്ളൊരു
വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം അത് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത് നമ്മുടെ ബ്ലഡ് ലൈനിലും നമ്മളെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പല ഫുഡ് ബ്ലോഗേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ പല ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോ കാണുന്ന സമയത്ത് പല കമന്റ് ഞാൻ കണ്ടിട്ടുള്ളത്, ഓ ഞങ്ങൾ പോയി കഴിച്ചപ്പോഴൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ ഈ പറയുന്നു ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പലതരത്തിലുള്ള കമന്റ് സെക്ഷനിൽ കാണാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡ് ബ്ലോഗിങ് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ബിസിനസ്സാണ്. അവരവരുടെ ജോലി ചെയ്യുന്നു. അതിന്റെ പിറകെ കൂടണോ വേണ്ടയോ നിങ്ങളാ തീരുമാനിക്കും. അപ്പോൾ ഒരു ബ്ലോഗറിന് ഒരു ക്വാളിറ്റിയാണ്. അയാളുടെ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാണോ അയാൾ ചെയ്യുന്നതെന്നുള്ള ഒരു പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്ത് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരാൾ ബ്ലോഗ് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് ഭയങ്കര ഇതുണ്ട്, അപ്പം നമ്മൾ അതിന്റെ ഓതന്റിസിറ്റി നോക്കണം. ചില നല്ല ബ്ലോഗേഴ്സ് ഉണ്ട്, അവരൊന്നും 5 പൈസ വാങ്ങിക്കത്ത പോലും. എൻ്റെ നിന്ന് ഒരു ബ്ലോഗർ ഇന്ന് വരെ 5 പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല. അവർക്ക് എൻ്റെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ എൻ്റെ ബ്ലോഗ് കണ്ടിട്ട്, അല്ല എൻ്റെ റെസ്റ്റോറൻറ്റ് ബ്ലോഗ് കണ്ടിട്ട് ഒരു സിംഗപ്പൂരുള്ളൊരു ആൾ വന്നു. പുള്ളി വന്നിട്ട് ഞാൻ താഴെ വന്ന സമയത്ത് ഞാനേ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. എരിഞ്ഞ് പണ്ടാരം തുടങ്ങി കേട്ടോ, എൻ്റെ ആസനം വരെ എരിഞ്ഞു. അപ്പൊ ചേട്ടാ ഷാപ്പിലെ കറികള് എന്തായാലും നിങ്ങൾ എരിവില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. അപ്പൊ ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് എരിവില്ലാതെ ഒരു കറി വേണം. അപ്പൊ ഇത്രയല്ലേ ഉള്ളു. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്നത്. ഞാൻ തേങ്ങ അരച്ച് മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് പുള്ളിക്കൊരു കറി വെച്ചു കൊടുത്തു. പുള്ളി ആ ചട്ടി വരെ നക്കി. എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. പുള്ളി റിപ്പീറ്റായി. പുള്ളി ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് വന്നാലും ഈ മുരിങ്ങയ്ക്കയും മാങ്ങയിട്ട് മീൻകറി കഴിച്ചിട്ട്. അപ്പം നിങ്ങൾ വന്നിട്ട് നമ്മളെ ചീത്ത വിളിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ, അപ്പൊ നിങ്ങളുടെ ഇഷ്ടം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതെനിക്ക് പറയാനുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു വ്ളോഗേഴ്സ് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എനിക്കിത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിത് വർക്കായി, അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങളും വന്ന് കഴിച്ചു നോക്കൂ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ. ഇത് പലരും കഴിച്ചു നോക്കിയിട്ട് ഓവർ പ്രൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്കിത് പോരായിരുന്നു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പറയുമ്പോൾ അവരും കൂടി ചേഞ്ച് വരുത്തായിരുന്നെങ്കിൽ. ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് ഒരാളുടെ സ്വപ്നമാണ്. ആര് ഇപ്പം വൃന്ദയുടെ അച്ഛനാവട്ടെ, സഹോദരങ്ങളാവട്ടെ. വൃന്ദ ഒന്ന് ചിന്തിച്ചു, ഞാൻ വൃന്ദയുടെ ചേട്ടൻ അല്ലെങ്കിൽ സഹോദരൻ ഒരു റെസ്റ്റോറൻറ്റ് പ്രസ്ഥാനം തുടങ്ങാം. ഓക്കെ, 4-5 പണിക്കാരില്ലേ, 10 പണിക്കാർ വെച്ച് തുടങ്ങാം. അയാൾ എപ്പോഴെങ്കിലും അത് നശിച്ചു പോണേന്ന് ആഗ്രഹിക്കും? ഒരിക്കലും ഇല്ല. അപ്പം അയാളുടെ കുക്ക് അല്ലെ അയാളെ ഷെഫ് അന്ന് കുക്ക് ചെയ്ത മീൻ കറിക്ക് ഉപ്പ് കൂടിപ്പോയി. ഓക്കെ, അപ്പം വൃന്ദ അങ്ങോട്ട് ബ്ലോഗറാന്ന് വയ്ക്കുക, വന്നു കഴിച്ചു. ഞാൻ ഇന്ന് ഇരിക്കുന്നത് കടവന്തരയുള്ള വൃന്ദ, എൻ്റെ പേര് ബ്ലോഗർ വൃന്ദയാണ്. ഞാൻ ഭയങ്കര ഹൈപ്പ് കണ്ടിട്ടാ വന്നത്. ഈ മീൻകറിക്കാണെങ്കിൽ നേരെ മറിച്ച്, ചേട്ടാ ഞാൻ ബ്ലോഗ് കണ്ടിട്ടാ വന്നത്, മീൻകറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലാ അല്ലേ, ഞാൻ അടുത്ത പ്രാവശ്യം വരും, അടുത്ത പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ബ്ലോഗ് ചെയ്യും എന്ന് പറയാനുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വവും സ്നേഹവും ഒരു ക്വാളിറ്റി ഉണ്ടോ? എങ്ങനെങ്കിലും കുറ്റം കണ്ടുപിടിക്കാം, പിന്നെ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം, കുറ്റം കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതങ്ങ് നാട്ടുകാരുടെ അടുത്ത് അങ്ങ് പറയണം. മനസ്സിലായില്ലേ? ഇവിടെ ഈ പറഞ്ഞ കണക്ക് അടിസ്ഥാനപരമായി എങ്ങനെങ്കിലും ഇപ്പൊ ഒരാൾ നല്ലതാണെന്ന് 10 പേര് പറഞ്ഞാൽ അവനെ പറ്റി എന്തെങ്കിലും കിട്ടണം. മനസ്സിലായില്ലേ? അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം. ഒരു സുഖം, ഈ സുഖമാണ് പ്രശ്നം. അത് പൊതുവേ ഉള്ളൊരു ഒരു ഞരമ്പ് രോഗമാണ് അത് അടിസ്ഥാനപരമായി. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, എന്നെ വിളിച്ച് പറയാറുണ്ട്, ഷെഫേ കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പ കിടുവായിരുന്നു, വേണ്ട ഇപ്രാവശ്യത്തെ കൃഷി വന്നത് ശരിയായില്ല, ഞാൻ ശ്രദ്ധിക്കാം, നീ വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചിട്ട് വാ, ഞാനിവിടെ ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കിക്കോളാം. ഇപ്പൊ ജനറലി നമ്മള് എല്ലാ ദിവസവും ഇപ്പൊ വരുന്ന കപ്പയെല്ലാം ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഒരു ഫാമിൽ നിന്നും അല്ല വരുന്നത്. അല്ല, ഇന്ന് വന്ന കേശവൻ ചേട്ടന്റെ കപ്പയാണെന്നുണ്ടെങ്കിൽ നാളെ വരുന്ന ബാബു ചേട്ടന്റെ കപ്പയാണ്. ഈ കപ്പയെടുത്ത് എനിക്ക് പറയാൻ പറ്റൂടാ, നളന്റെ കിച്ചണിൽ കയറുന്ന നീ അങ്ങ് കുഴഞ്ഞോണോ? നമുക്ക് കേശവൻ ചേട്ടൻ ഇപ്രാവശ്യം തന്നതിന് ഇച്ചിരി മുറ്റു കൂടിപ്പോയി. നമ്മള് പോത്തിറച്ചി എടുത്ത് തിന്നു, ഇച്ചിരി മുറ്റു കൂടിപ്പോയി. അയാളടുത്ത് പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ മുറ്റ് തരല്ലേ. അല്ലെങ്കിൽ പോത്തിനോട് പറയാൻ പറ്റില്ലല്ലോ. ഈ തരുന്ന ബഷീറേട്ടൻ അറിയാം നമുക്ക് തരുന്ന പോത്ത് നല്ലതായിരിക്കണം. അയാളെന്തോ നൈസിന് വെട്ടിക്കയറ്റിയും കൂടെ, വെട്ടിക്കയറ്റിവിട്ട ബഷീറേട്ടനല്ല, അവിടെ ഇരിക്കുന്ന ബംഗാളി ആയിരിക്കും. അവനെ സമ്മതിത്തോളം നളൻ എന്തുവാ ആരെന്തുവാ കേറി പോട്ടെന്ന്. നമ്മളിത് 8 വിസിൽ 9 വിസിൽ 12 വിസിൽ അടിച്ചാലും അവൻ അവർത്തിരുന്ന് ഞാൻ വേവത്തില്ലടാ എന്ന് പറഞ്ഞേ.
എടുത്ത് കളയാൻ പറ്റൂ. ഇല്ല. എന്നാലും ഒരു പരുവത്തിലൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി ഇറക്കി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ കസ്റ്റമർ എന്തു നാര് പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ പക്ഷേ ഏട്ടാ കാണിച്ച പന്ന പരിപാടിയായി സോറിടാൻ പോലെ സോറിയുണ്ട്, പൈസ തിരിച്ചു തരും. നമ്മളിതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അതായത് കഴിക്കാൻ വരുന്ന ഒരു നിമിഷം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് തോന്നുന്നു അവര് സ്വന്തമായി കുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മറ്റുള്ളവർ തരുന്ന ഭക്ഷണത്തിന് നമ്മളിപ്പോഴും പറയുമ്പോഴും നമ്മളെ സ്വന്തമായി കുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. അല്ല അതും രണ്ട് ടൈപ്പ് ഫാറ്റ്. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ നാട്ടിലെ മീൻകറി ഇങ്ങനൊന്നും അല്ല, ഞാൻ ഇതിലും കിടിലമായിട്ട് മീൻകറി വയ്ക്കുന്നത്. ഞാൻ ചേച്ചി ഒരു 10 ദിവസം ഒന്ന് വർക്ക് എന്നിട്ട് 100 പേർക്ക് ചേച്ചി 10 ദിവസം ഒരേപോലെ ഒന്ന് മീൻകറി അടിക്കാം. ചേച്ചിക്ക് ഞാൻ പറയുന്ന സാലറി ഏതാ ആ വഴി പോയതാ. മനസ്സിലായില്ലേ? ഒരു കാര്യം മനസ്സിലാണ്, ഒരു ദിവസം ഒരു നാൾ മുതൽവനായിട്ടൊക്കെ ഇരിക്കാം. ഒന്ന് ഭരിച്ചു നോക്ക്, അപ്പൊ അറിയാം അതിന്റെ വേദന. ഭരിച്ചവരടുത്ത് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം ഈ അടുക്കളയിൽ നിന്ന് ഈ പണി ചെയ്യുന്നതിന്റെ ടെൻഷനും പിന്നെ അത് പലരും പല അനുഭവങ്ങളും പറയുന്ന കേട്ടിട്ടുള്ളതാണ്. ഇതിൽ വന്ന് നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്നെ അതിന്റെ അനുഭവങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം വെറുതെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവണമെന്ന് താല്പര്യമില്ല. ഞാൻ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്നെ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന സുഹൃത്തും സഹോദര തുല്യരുമായിട്ടുള്ള ആൾക്കാരുണ്ട്, വിദേശത്തും നാട്ടിലുമായിട്ട്. ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ അവർക്ക് മലയാളി ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ്, കേരളീയൻ ഫുഡിനോട്. അപ്പൊ അവരൊന്ന് വിളിക്കും, ഷെഫെ ഞാൻ അടുത്ത മാസം 12-ാം തീയതി വരുന്നുണ്ട്, എനിക്ക് ആ തീയൽ വേണം, പിന്നെ ഷെഫ് ആ പാൽക്കറിയുടെ കാര്യം വേണം, അതെനിക്ക് മസ്റ്റ് വേണം. അങ്ങനെ അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഇതിനു വേണ്ടി എല്ലാം. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അങ്ങനെ കേരളത്തിന്റെ മണ്ണിനെയും മണത്തിനെയും ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മെസ്സേജ് അയക്കാം, വിളിക്കാം. നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങൾ വരുന്ന ഡേറ്റ് അനുസരിച്ച് അറിയിച്ചാൽ ഞങ്ങൾ ഇതും വെച്ച് നിങ്ങളുടെ ഒരു അമ്മയെ പോലെ കാത്തിരിക്കും. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷെഫിന് ഒരു മെമ്മറബിൾ മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്ത് ലാലേട്ടന്റെ കുറെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഈ ഒരു എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഞാൻ വേറെയും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഷെഫ് എന്ന് പറയുന്നൊരു പരിവേഷം നമ്മൾ കൊണ്ടു നടക്കുന്നിടത്ത് എൻ്റെ ജീവിതത്തിലേക്ക് KK നായർ സർ എന്ന് പറയുന്ന ഒരാൾ വന്നു. അപ്പം ഇദ്ദേഹം ആരാ എന്താണെന്നും എനിക്കറിയില്ല. അപ്പം വന്ന് എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് എൻ്റെ ഒരു സുഹൃത്താവുണ്ടോ, വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇദ്ദേഹം ക്വീൻ എലിസബത്തിന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത ഷെഫാണ്. അത് മാത്രമല്ല, അത് ഇഷ്ടപ്പെട്ടിട്ട് ക്വീൻ എലിസബത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത ഷെഫാണ്. അപ്പം അത് കേട്ടപ്പം നമുക്കൊരു ചെക്ക് ആയി. അദ്ദേഹത്തിന് എന്റെ മെന്ററാക്കാൻ കഴിഞ്ഞു, എന്റെ ഫുഡ് ഇഷ്ടപ്പെട്ടു, എന്നെ ഇന്നലെയും മെസ്സേജ് അയക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം താജിന്റെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ടിരുന്ന, കോർപ്പറേറ്റ് ഷെഫായിട്ടിരുന്ന ക്വീൻ എലിസബത്ത് വന്നിട്ട് അവർക്ക് പോലും നമ്മളെ കേരളത്തിന്റെ ഒരു ഡിഷ് അടിച്ചു കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് വാങ്ങിച്ച ഷെഫിന്റെ ഷെയ്ക്ക് ഹാൻഡ് എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത് ഗണപതി മറ്റേ ശിവന് ചുറ്റും കറങ്ങി മാമ്പഴം അടിച്ചു മാറ്റിയത്. അല്ല, അത് ശരിക്കും പറഞ്ഞ വലിയൊരു മെമ്മറബിൾ മൊമെന്റ് തന്നെയായിരിക്കും, നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയായിരിക്കും അല്ലേ. എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഞാനൊരു സാധാരണക്കാരിയാണെന്ന്, ഇപ്പൊ ഞാനൊരു ആങ്കറാണ്, പക്ഷെ ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഡിഷ് ഉണ്ടാക്കണം, അതായത് കുറച്ച് ചേരുവകളൊക്കെ ഉള്ളൂ അതിൽ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെ ബാച്ചിലേഴ്സ് ആയിരിക്കാം, പെട്ടെന്ന് ഒരു ഡിഷ് ഒന്ന് പറയാൻ പറ്റുമോ? കോഫി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു നല്ല കോഫി ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഈ അരിപ്പൊടി വാങ്ങിക്കാൻ കേട്ടോ, പുട്ടുപൊടി വാങ്ങിക്കാം. നിങ്ങൾ തലേന്ന് ജോലിയും കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു പീനട്ട് ബട്ടർ വാങ്ങിച്ചു വെക്കുക. അത് ഈ കടിക്കുന്ന ക്രഞ്ചി പീനട്ട് ബട്ടർ. അവിടുന്ന് തന്നെ ചിലപ്പോൾ മസാല കപ്പലുണ്ട്, മസാല കപ്പൽ ഇത് കൊണ്ടുപോയിട്ട് ഈ ചിരട്ടപ്പുട്ടിന്റെ ഇത് കിട്ടും ഉണ്ടാക്കുന്ന സാധനം. അതിനകത്ത് ചില്ലിട്ടിട്ട് തേങ്ങാപ്പീര ഇടുക, പുട്ടിന്റെ പൊടി നനച്ച് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് പുട്ടുപൊടി ഇടുക, 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ വയ്ക്കുക, കുറച്ച് തേങ്ങ ഇടുക, പിന്നെയും പുട്ട് ഫില്ല് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് സ്റ്റീം ചെയ്യാം. അപ്പോൾ ഒരു 7 മിനിറ്റ് അതിനകത്ത് പുട്ട് റെഡിയാവും. ഈ പുട്ട് നേരെ കമത്തി ഒരു പ്ലേറ്റിൽ അടിച്ചിട്ട് സൈഡിൽ ഈ മസാല കപ്പലണ്ടി ഈ കോഫിയും വെച്ചിട്ട് ഈ പുട്ട് പൊക്കണം. പൊക്കുമ്പോഴത്തേക്ക് ഈ പുട്ടിനകത്തുനിന്ന് ഈ പറയുന്ന പീനട്ട് ബട്ടർ ഇങ്ങനെ മെൽറ്റ്, ആ പുട്ടും പീനട്ട് ബട്ടറും ആ കോഫിയും ഇടയ്ക്കിടയ്ക്ക് ആ കപ്പലണ്ടിയും കൂടെ കഴിച്ചു പോകണം. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി.
പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുന്നത്. എന്തായാലും ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പൊ ഷെഫ് ഇനിയും, അതായത് ഷെഫ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ഷെഫിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്ന് ഒരു അധ്യാപനം എടുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഷെഫാന്നൊക്കെ മറന്നുപോയി എന്ന് വെച്ചാൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്ര നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ, നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള പല പല കാര്യങ്ങൾ ഇപ്പൊ എന്നോട് സംസാരിച്ചു. എനിക്ക് കുറെ അധികം ഇൻഫർമേഷൻസ് ആണ് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂയോട് കിട്ടിയത്. വിഷയം കുക്കിംഗ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മളുടെ ജീവിതത്തിനകത്ത് കുളിക്കുകയും പല്ലിയിക്കുകയും പോലെ ചെയ്യുന്ന കണക്കുള്ള ഒരു ടാലൻ്റാണ്, ഒരു കഴിവാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ഇതെല്ലാം വളരെ ഈസിയാണ്. ഇപ്പോൾ പലരും വിചാരിക്കും സവാള അരിയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു ബീഫ് റോസ്റ്റ് വെക്കണം ഫോർ എക്സാമ്പിൾ, നമുക്ക് പെട്ടെന്ന് വെക്കണം, ഈസി ആയിട്ട് വെക്കണം, സിമ്പിളായിട്ട് വെക്കണം, നല്ല ഡെലീഷ്യസ് ആയിട്ട് വെക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോ പോത്തിറച്ചി വാങ്ങിക്കും, ഒരു 1/2 കിലോ വാങ്ങിക്കും, നോക്കി ഇളം പോത്തിറച്ചി വാങ്ങിക്കും. എന്നിട്ടൊരു 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ മട്ടന്റെ സൂപ്പിന്റെ സാധനം വാങ്ങിക്കണം, സൈഡിൽ വെക്കുക. ക്യാബേജ് വാങ്ങിക്കുക, ക്യാബേജ് അരിയാൻ കണ്ണരിയോ? ഒരിക്കലും ഇല്ല. അപ്പൊ ക്യാബേജ് നന്നായിട്ട് അരിയുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് ക്യാബേജ് മൂപ്പിക്കും. ക്യാബേജ് മൂപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം, ക്യാബേജ് റോസ്റ്റ് ആയല്ലോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും എല്ലാം, ഒരു ബീഫ് റോസ്റ്റിന് വേണ്ട സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് എന്നിട്ട് മിക്സിയിൽ ഇതിന് അടിച്ചെടുക്കുക. അപ്പോൾ സവാളയ്ക്ക് പകരം നല്ല തിക്ക് പേസ്റ്റിൽ ക്യാബേജ് വർക്ക് ചെയ്യും. എന്നിട്ട് ബീഫ് കുക്ക് ചെയ്യാൻ സമയത്ത് ഇച്ചിരി മട്ടന്റെ ഈ സൂപ്പ് സാധനങ്ങൾ കൂടെ ഇട്ട് ബീഫ് കുക്ക് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് പേരട്ടി എടുക്കണം. ഒരു മട്ടന്റെയും ബീഫിന്റെയും ഒരു ഫ്ലേവർ ആയി. ബീഫ് കഴിക്കുമ്പോഴും അടിക്കുന്ന മട്ടന്റെ മണമായി. അപ്പോൾ മട്ടന്റെ ചെലവില് ബീഫും കഴിക്കാം. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇതാണ് ചിന്തിക്കുന്നത്, ഇത്രയും അരിയണം മറ്റുള്ള ചിന്താഗതിയാ. എത്ര സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഷെഫ് നമുക്കൊരു ഇത് തന്നെ പറഞ്ഞു തന്നത്. വീട്ടിൽ പോയി ട്രൈ ചെയ്യാം. ഞാനും അങ്ങനെ, എനിക്ക് പേഴ്സണലി പെട്ടെന്ന് എങ്ങനെ കുക്ക് ചെയ്ത് കഴിയാം എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ്. അതിനധികം സമയം കണ്ടെത്താതെ എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ശരിക്കും വളരെയധികം ഇൻഫർമേഷൻസ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷെഫിന്റെ ഇന്റർവ്യൂവിനോട് കിട്ടിയത്. അപ്പൊ ഇനിയും നിരവധി ആളുകൾക്ക്, ഇപ്പൊ ക്യൂൻ എലിസബത്തിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇനിയും നിരവധി ആളുകൾക്ക് ഭക്ഷണം കൈമാറാൻ സാധിക്കട്ടെ, നല്ല നല്ല പഴമയോടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കട്ടെ, എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി.